എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നോക്കാം. King of Cups, Four of Cups, Devil, Nine of Wands, Four of Swords, Emperor energy. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഈ ഒരു മാസം കുറച്ചൊന്ന് ഒരു മാനസികമായിട്ടൊരു തൃപ്തി ഇല്ലാത്തൊരു മാസമായിരിക്കാം. മാനസികമായിട്ട് തൃപ്തി ഇല്ലാത്തതിന് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നോ പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളത്. ഈ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ, നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ, ആദ്യം ഈ ഒരു മാസം തുടങ്ങുന്നത് 1-ാം തീയതി തന്നെ, ആദ്യത്തെ ദിവസം തന്നെ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സമയം തന്നെ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ മതപരമായിട്ടുള്ളത് ക്ഷേത്രത്തിൽ പോവുകയോ പള്ളിയിൽ പോവുകയോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. അതല്ല എങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനോ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. വേറെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ആരോടാണോ ദേഷ്യപ്പെടേണ്ടത് അവരോട് നിങ്ങൾക്ക് ദേഷ്യപ്പെടുന്നില്ല, മറിച്ച് നിങ്ങളോട് തിരിച്ച് ദേഷ്യപ്പെടില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ അടുത്തായിരിക്കും നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടാവുക. ഒരു സംയമനം പാലിക്കേണ്ടതോ അല്ലെങ്കിൽ എവിടെ എന്ത് ആരോട് പറയേണ്ടത് എന്നുള്ളത് അവരോട് തന്നെ പറയാം. അവരോട് പറയാൻ പറ്റാത്തത് കൊണ്ട് ആ ദേഷ്യം മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാതിരിക്കാം. പിന്നെ കുറച്ചൊന്ന് മിതത്വം പാലിക്കാം. എല്ലാം മനസ്സിലേക്ക് എടുക്കാതിരിക്കാം. ഓക്കെ, വേണ്ടത് മാത്രം മനസ്സിലെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കടന്നു കയറാൻ അനുവാദം കൊടുക്കാതിരിക്കാം. ഇതിൽ ഈ ഒരു മാസം നിങ്ങൾ തീർച്ചയായിട്ടും ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ശിവക്ഷേത്രം സന്ദർശിക്കുക, ശിവന് ധാര കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. വളരെയധികം തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണ്. ക്രിസ്ത്യൻസ് ഇപ്പോൾ സെന്റ് ജോർജ് പള്ളിയിൽ പോവാം. മറ്റ് ജനറലി നിങ്ങൾ നിങ്ങളുടെ ആർക്കേഞ്ചൽസിനെ മനസ്സിൽ ധ്യാനിക്കുക. അതേപോലെ തന്നെ കൂടുതൽ ഒരു ദൈവികവും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സ്വസ്ഥത തരുന്ന കാര്യങ്ങൾ എന്താണോ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഹോബീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി കിട്ടും. ഇതൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് 4 ഓഫ് കപ്സ് എനർജിയാണ്. അമിതമായിട്ടുള്ള ചിന്ത, ഭയങ്കരമായിട്ടുള്ള ചിന്തയാണ് നിങ്ങളെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഉലയ്ക്കുന്നത്. ഈ ഒരു ചിന്തയ്ക്ക് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ രാവിലെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിൽ ജനറലായിട്ട് പറഞ്ഞതായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാവില്ല, പക്ഷെ അവർ നിങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ദിവസം കളയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആലോചന ഒഴിവാക്കുക എന്നുള്ളത് ഈ ഒരു മാസത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല. അപ്പോൾ അത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആലോചന ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, മറിച്ച് എൻഗേജ് ആയിട്ടിരിക്കുക, ഫുൾ ടൈം എൻഗേജ് ആയിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇനി നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം, ഇപ്പോൾ മൃഗങ്ങളുള്ളവർ, പെറ്റ്സൊക്കെ ഉള്ളവരാണ്, ഈ പെറ്റ്സിനോടൊപ്പം ഒത്തിരി സമയം ചെലവഴിക്കുക. മറ്റെന്തെങ്കിലും ഒറ്റയ്ക്ക്, ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പല പല കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു സംഘടനകളും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോവുക, അങ്ങനെ എന്തിലെങ്കിലുമൊക്കെ ചേരുക. ഇപ്പോൾ ഗാർഡനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ നിങ്ങൾക്ക്
എന്തിനാണ് ഈ ഒരു ചിന്ത, അതല്ലെങ്കിൽ ഈ ചിന്തയിലേക്ക് കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് ഇവിടെ നിങ്ങളത് ശ്രമിച്ച് പരാജയപ്പെടുകയാണുള്ളത്. അപ്പൊ പൊതുവിൽ ചിന്തയിലേക്ക് വിടാതിരിക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക, മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. കാരണം ചില ആളുകൾക്ക് അത് പറ്റുന്നുണ്ടാവില്ല, കാരണം അപ്പോഴും നിങ്ങൾ ചിന്തയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പരമാവധി ആളുകളോടൊപ്പം ഇരിക്കാൻ പറ്റുക. അങ്ങനെ അല്ലാത്തവനാണ് എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് ചെയ്യാം. ഇവിടെ പൊതുവിൽ നിങ്ങൾ മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ജനറൽ ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിലും ചില ആളുകളുണ്ട് നിങ്ങളുടെ ലൈഫിൽ, അത് നിങ്ങൾക്കറിയാം. നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ചില ആളുകൾ നാർസിസ്റ്റിക് സ്വഭാവം സവിശേഷതയുള്ള ആളുകളായിരിക്കാം. മാനിപ്പുലേറ്റീവ് ആയിരിക്കാം, അവര് വളരെ ടോക്സിക് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തായിരിക്കാം. പക്ഷെ ഈ പറയുന്ന ആളുകൾ നിങ്ങളുടെ ബന്ധങ്ങൾ രക്തബന്ധങ്ങളാണ് എങ്കിൽ പ്രത്യേകിച്ച് അത് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, ഒഴിവാക്കാനും പറ്റും. പക്ഷെ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ബന്ധങ്ങളാണെങ്കിൽ പരമാവധി അതിൽ നിന്ന് അകന്നു നിൽക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു മാസത്തില് എന്തെങ്കിലും കാരണവശാൽ തിരക്കുകളായതുകൊണ്ട് വിളിക്കാനോ സംസാരിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞ് ആദ്യമേ വയ്ക്കുക. കാരണം അവര് നിങ്ങളെ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ എന്താ പറയാ, നമ്മൾ പണ്ട് പറയുന്ന ഒരു കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്ന് പറയാം. അതിനെ കൊണ്ട് നമ്മൾ ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ആ ഒരു രീതിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അകന്നു മാറി നിന്നാൽ നിങ്ങൾക്ക് പൊള്ളലേൽക്കാതെ നിങ്ങൾ ഹേർട്ട് ആവാതെ ഇരിക്കും. കാരണം അതവിടെ കാണിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾ ഭാര്യ ഭർത്താവും ആയിരിക്കാം. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറുക. പിന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അധികം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങളെ ഒത്തിരി ബാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിന്ന് മാറാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കുക. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് അവസാനിപ്പിക്കുക. അതായത് ഒരു ഭാര്യ ഭർത്താവ് ആണെങ്കിൽ ഒരു ഡിവോഴ്സിലേക്ക്, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും തിരിച്ച് ലൈഫിലേക്ക് വരുന്നില്ല. അത് മറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളോ ഹസ്ബൻഡിന്റെ മാതാപിതാക്കളോ ആണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ്. അതൊരിക്കലും ഒരു തരത്തിൽ മാറുന്നില്ല. പിന്നെ ബൗണ്ടറി വെക്കേണ്ടത് എവിടെയാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എല്ലാവരെയും വീട്ടിലേക്ക്, ഇപ്പോൾ ചില വീടുകളിൽ നമ്മൾ എല്ലാവരും എപ്പോഴും കാണുന്നവരൊക്കെ വീട്ടിൽ വരുമ്പോൾ അകത്ത് കയറ്റിയിരുത്തും. ഒരു പരിചയമില്ലാത്ത ആളുകളെ വരെ അകത്ത് കയറ്റിയിരുത്തുക. അല്ലെങ്കിൽ ചില ബന്ധുക്കൾ അവർ വന്നു പോയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജിയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ പക്ഷെ അകത്ത് കയറ്റാതിരിക്കാനും പറ്റില്ല. പക്ഷെ എന്താണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പരമാവധി പലരെയും ഒഴിവാക്കുക. എന്തെങ്കിലും തിരക്കുകൾ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറയാൻ ഒരിക്കലും മടിക്കാതിരിക്കുക. കാരണം ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ഒരു മാസത്തില്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു, നമ്മൾ പല ആളുകളോടും തുറന്നു പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോ അവര് ജീവിതത്തിലേക്ക് തിരിച്ച് ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ജീവിതത്തിലേക്ക് വരരുത് എന്നുള്ളത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഈ പറയുന്ന ആളുകൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ പറയും, ഈ ഉപ്പ്, കല്ലുപ്പ് അല്ലെങ്കിൽ കടലുപ്പ് ഉണ്ടെങ്കിൽ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിയുമ്പോൾ ഉടനെ വാതിലിന് പുറത്തേക്ക് കുറച്ച് ഉപ്പ് വെതറുക എന്ന് പറഞ്ഞാൽ കയ്യിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് പുറത്തേക്ക് എറിയുക. അവര് വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം അത് ജസ്റ്റ് അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരരുത്, നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടുത്തെ നെഗറ്റീവ് എനർജി എന്നുള്ളത്. അതേപോലെ തന്നെ 4 ഓഫ് സോർട്സ് എനർജിയാണ്. 4 ഓഫ് സോർട്സ് എനർജി നിങ്ങളുടെ ചട്ടക്കൂടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ചില ആളുകൾക്ക് ജോലി സംബന്ധമായിട്ട് വരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നുണ്ടാവില്ല, വീടിന്റെ അകത്ത് തന്നെ ചടഞ്ഞുകൂടി ഇരിക്കാൻ തോന്നുന്നുണ്ടാവാം. അപ്പോൾ ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റിമോട്ട് വർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത് ഈ ഒരു മാസം. അതല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സംഘർഷങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ പരമാവധി സംസാരങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഒരു പരിധി വരെ. പിന്നെ ചെയ്യാവുന്ന കാര്യം, നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ യെസ് ഓർ നോയിൽ ഒതുക്കാൻ ശ്രമിക്കുക. അപ്പൊ പിന്നെ അവർ കൂടുതൽ ചോദിക്കില്ല. അഥവാ ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക.
കാരണം നിങ്ങൾക്ക് ആ ഒരു ലെവൽ ഓഫ് സ്ട്രെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. എംപറർ എനർജിയാണ്. ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ പൊതുവിൽ നിങ്ങൾക്കൊരു പ്രൊമോഷനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പ്രൊമോഷൻ, ശമ്പള വർധനവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം അവസാനത്തിൽ കാണിക്കുന്നു. ജോലിയിൽ തിരക്കേടിൽ അത് നല്ല ഉയർച്ച കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ മാനസികമായിട്ടുള്ള സംഘർഷമായിരിക്കും ഈ ഒരു മാസം മുഴുവൻ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ള ഇത്രയും കാര്യങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.